സോ ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രോമിസ് ചെയ്ത പോലെ തന്നെ സിതാര നമ്മളോടൊപ്പം ഉണ്ട്. സിതാരയുടെ കൂടുതൽ പാട്ടുകളും വിശേഷങ്ങളും കേൾക്കുവാനായിട്ട് ലെറ്റ്സ് വെൽക്കം ബാക്ക് സിതാര. വെൽക്കം സിതാര. Thank you. I know it's one of your dream to be working with KJ Yesudas. ആ സ്വപ്നം എവിടം വരെ ആയി എന്ന് അടുത്ത ചോദ്യം. ദാസ് സാറിനോടുള്ളൊരു ഇഷ്ടം, റെസ്പെക്ട്, അങ്ങനത്തെ ഒരു ഡിവോഷൻ എന്നൊക്കെ പറയണത് ആക്ച്വലി നമ്മൾക്കൊക്കെ മുമ്പ് ജനിക്കുന്നതിന് മുമ്പുണ്ടായത്. അച്ഛൻ്റെ ഇഷ്ടം, ഗ്രാൻഡ് പേരൻസിൻ്റെ ഇഷ്ടം അവിടുന്ന് തുടങ്ങണത്. എത്രയോ ആളുകളായിട്ട് എത്രയോ ജനറേഷൻസിനെ അദ്ദേഹം സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഫാക്റ്റ് ഇങ്ങനെ നിൽക്കല്ലേ. കൂടെ പാടുക എന്നുള്ളതൊന്നും വിദൂര സ്വപ്നങ്ങളിൽ എവിടെ ഉണ്ടായിരുന്നില്ല, ഒരു ഡിസ്റ്റൻറ്റ് ഡ്രീമായിരുന്നു. പക്ഷേ ലൈവ് ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത് സിംഗപ്പൂർ എസ്പ്ലനേഡ് ഹാളിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ ഓണത്തിന്. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സന്തോഷം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ലെജൻസിനൊക്കെ ഉള്ളൊരു പ്രത്യേകതയായിരിക്കും. അവരടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്കിങ്ങനെ കിട്ടും. ആ ഒരു അനുഗ്രഹം, ഒരു ബ്ലെസ്സിങ് ഉണ്ടല്ലോ, അതിങ്ങനെ അവരുടെ ചുറ്റും ഇങ്ങനെ ഉണ്ടാവും തോന്നുന്നു. ഞങ്ങൾ റിഹേഴ്സൽസിൻ്റെ സമയത്താണെങ്കിലും അദ്ദേഹം പറഞ്ഞു തരണം ഓരോ കാര്യങ്ങളും. ഞങ്ങൾ മാറി നിന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടാ തോന്നുന്നു. ദാസാർ പറഞ്ഞു, മോളെ നമ്മൾ നിൽക്കണ ആ ഒരു സ്പേസിൽ നമ്മൾ രണ്ട് കാലം നിൽക്കണ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തമാണ്. അവിടെ നമ്മൾ മാസ്റ്ററായിട്ട് നിന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മുടെ മുന്നിലും നമ്മളെ കാണാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷേ ആ ഒരു കോൺഫിഡൻസിൽ അപ്പം അതൊക്കെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ശരിക്കും അതൊരു അത്ഭുതമായിട്ട് തോന്നും. ഏതായിരുന്നു പാട്ട് കൂടെ പാടിയ? ഓ സൈനബ, അഴകുള്ള സൈനബ, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? മാനല്ല ഞാൻ, ഇളമാനല്ല ഞാൻ, ഇളം തൂവൽ കൊണ്ടു കൂടു തീർക്കുമല്ലി പൈങ്കിലേ. ആ പാട്ടാണ് ആദ്യമായിട്ട് പാടുന്നത്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുമ്പോൾ അതിരാവിലെ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അദ്ദേഹം അപ്പോഴും നൊട്ടേഷൻസ് എഴുതിക്കൊണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ളത് പ്രാക്ടീസ് 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 എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പം ഇപ്പം എത്രയോ 50 വർഷത്തിലധികമായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ എന്താ പറയുക, ആ ഒരാളങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് കാണുമ്പം അത്ഭുതം തോന്നും. അതുകൊണ്ടാണ് അവരൊക്കെ വേറൊരു ലീഗിൽ പെടുന്ന ആളുകളാവുന്നത്. ബേണി ഇഗ്നേഷ്യസിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ്. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ അവിടെ ബേണി ഇഗ്നേഷ്യസ് സേഴ്സ് വന്നിരുന്നതാണ്. ആൻഡ് വി ഹാഡ് നെക്സ്റ്റ് ഒരു 2 എപ്പിസോഡത്തോളം നമുക്കൊരു വലിയ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. സോ പാടിയ പാട്ടുകൾ അന്നേരം അവർ പാടി തന്നിരുന്നു. ബട്ട് ടുഡേ ഐ എം ഹോപ്പിംഗ് ടു ഹിയർ ഇറ്റ് ഫ്രോം ദ സിംഗർ ഹെർസെൽഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയും ആയിരുന്നു. അതേപോലെ പാട്ടിൻ്റെ സീക്വൻസും വളരെ കളർഫുള്ളും വളരെ രസമുള്ള പാട്ടുകളായിരുന്നു. സോ മേ ബി യു കൻ സിംഗ് us a few lines. മേരിക്കുണ്ടൊരു കുഞ്ഞാടിലാണ് 2 പാട്ട് പാടിയേക്കണം. ഒന്ന്, പഞ്ചാര ചിരി കൊണ്ട് കണ്ണാടി കവിളത്ത് തിരയിടുമേഴു നിറം, കയ്യാല കിളിയുടെ തെയ്യാര കളി കണ്ട് ചിറകിടുമേഴു സ്വരം, പൂന്തുകിലുകൾ ഉലയണ പോലെ തേൻകുമിളകൾ അലിയണ പോലെ, ഈ കൂടുണരുമ്പോൾ കൂട്ടുവരുമ്പോൾ സ്നേഹവീണ വീട്ടിടാം, പക്കമ്മ പക്കമ്മ പക്ക പക്കമ്മ പക്ക പക്കമ്മ പക്കമ്മ പക്ക പക്കമ്മ. ഒരു സോങ് ഇത് ഫ്രാങ്കോ ചേട്ടൻ്റെ കൂടെയാണ് പാടിയത്. മറ്റത്, കുഞ്ഞാടെ കുറുമ്പനാടെ വഴി മറന്നോ നീ, അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ട്. അത് മധുവേട്ടൻ പാടിയതിൻ്റെ ഫീമെയിൽ വേർഷനായിരുന്നു. സിതാരയ്ക്ക് സ്റ്റേജിൽ ഏറ്റവും പാടാൻ ഇഷ്ടമുള്ളൊരു പാട്ട്? ഓരോ തരം ഓഡിയൻസ് ആണ് ഓരോ സമയത്ത്. ഞാൻ ലൈവ് ഷോസ് പല സ്വഭാവത്തിലുള്ളത് ആക്ച്വലി ചെയ്യാറ്. ഇപ്പോൾ ഗസൽസ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ പാടുന്നവരുടെ അത്ര തന്നെ, അല്ലെങ്കിൽ അതിലും ഇമ്പോർട്ടൻസ് ഉണ്ട് കേൾക്കുന്ന ആളുകൾക്ക്. അവരുടെ റിക്വസ്റ്റ് ആണെങ്കിലും അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗസൽ നമ്പർ സിതാര എന്തെങ്കിലും? ये न थी हमारी किस्मत, ये न थी हमारी किस्मत, के विज़ाल यार होता अगर और जीते रहते, अगर और जीते रहते, कोई इंतजार होता, ये न थी हमारी കിസ്മത്ത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി
മ്യൂസിക് ഫിലിം സോങ്സ് വെച്ചിട്ടുള്ള ഷോസ് ആകുമ്പോൾ വേറൊരു ഇതായിരിക്കും. അങ്ങനത്തെ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ആൾക്കാർ അവരുടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടായിരിക്കില്ല. അവിടെ ഒരു ക്രൗഡായി നിൽക്കുമ്പോൾ അവർക്ക് എന്താണോ ഇഷ്ടം അതാണ്. അത്തരം ഫാസ്റ്റ് സോങ്സ് ഇപ്പോഴത്തെ എല്ലാ അടിപൊളി എന്ന് പറയുന്നത് അടിപൊളി പാട്ടുകളൊക്കെ. ഒരു അടിപൊളി പാട്ട് ഇപ്പം ഈ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇന്നലെ ഒരു ഷോ ചെയ്തിരുന്നില്ലേ, എന്താണ് ഏറ്റവും കുറെ നാളുകളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്, വാടാ വാടാ പയ്യ ഏ വാസൽ വന്ന് പോയാ. സോ യു ഗ്രോൺ അപ്പ് ഇൻ ദ മലബാർ റീജിയൻ അല്ലേ, നോർത്ത് സൈഡിലാണ് വളർന്നതൊക്കെ. അപ്പൊ ഡെഫിനറ്റ്ലി ആ ഒരു പാട്ടിന്റെ ഇൻഫ്ലുവൻസും വന്നിട്ടുണ്ടാവുമല്ലോ, ഇപ്പൊ മാപ്പിള സോങ്സ് ആണെങ്കിലും അല്ലെ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാട്ട്? ഞാൻ ആദ്യമായിട്ട് ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഒരു മാപ്പിളപ്പാട്ടാണ്. അതൊരു വിമൻസ് ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം ചീഫായിട്ടുള്ള മുഷ്താഖ് അങ്കിൾ, ഞാൻ അങ്കിൾ എന്നൊക്കെ വിളിക്കുമ്പോൾ പുള്ളി അപ്പുറം ഇരുന്നിട്ട് ഞെട്ടണുണ്ടാവും. എന്തായാലും ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു. ഓക്കെ, അപ്പോൾ മുഷ്താഖ് അങ്കിളാണ് ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. ഞാനന്ന് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അപ്പം കാലിക്കറ്റിലെ ബാപ്പു വെള്ളിപ്പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്, ഉമ്മ പൊന്നുമ്മ വിളി കേൾക്കൂലേ, 100 ഉമ്മയും കൊണ്ട് വന്നെത്തൂലേ, സ്വർഗത്തിൽ നിന്നിങ്ങ് പോന്നൂടെ, നല്ല സന്തോഷത്താലെ കഴിഞ്ഞൂടെ, ആലോല പാട്ടുകൾ പാടി ഉറക്കിയതും അലിയാരെ വീരകഥകൾ പറഞ്ഞതും ഓർക്കുമ്പോൾ വീർപ്പുമുട്ടുന്നു. ഇതാണ് ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, ആദ്യമായിട്ടാണ് റെക്കോർഡിങ് സ്റ്റുഡിയോൻ്റെ അകത്ത് ഞാൻ അപ്പോൾ ചെല്ലണേ. അപ്പോൾ ഈ 4 ചുമരിൻ്റെ അകത്ത് ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് പാടുക എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഒരു ത്രില്ലൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. സോ അതിന്റെ ഒരുപാട് ഇൻഫ്ലുവൻസസ് വന്നിട്ടുണ്ടാവും അല്ലേ ഇപ്പൊ അവിടെ നോർത്തില്? തീർച്ചയായിട്ടും അത്തരം പാട്ടുകൾ കേൾക്കാനുള്ളതുണ്ട്. പിന്നെ ആ ഒരു പ്രദേശത്ത് പറഞ്ഞ മാതിരി ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിനും നല്ല ഓഡിയൻസ് ഉണ്ട്, ഗസൽസിന് നല്ല ഓഡിയൻസ് ഉണ്ട്, നല്ല നല്ല മാപ്പിള പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാബുക്ക എന്ന് പറയുന്ന ആളുടെ അതൊരു എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു സൂപ്പർ നാച്ചുറൽ എനർജി മാതിരി ഇങ്ങനെ കിടക്കുക അവിടെ മൊത്തത്തിൽ. അദ്ദേഹത്തിനെ കുറിച്ച് പറയുക, അദ്ദേഹത്തിൻ്റെ കഥകൾ, അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ആലോചനയേക്കാൾ കൂടുതൽ ഒരുതരം ഒരു വികാരമാണ് അവിടെ ഉള്ളവർക്ക്, വല്ലാത്തൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ തീർച്ചയായിട്ടും അതൊന്നും നമ്മൾ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല, പക്ഷേ അവിടെ ജനിച്ച് ജീവിച്ചുകൊണ്ട് തന്നെ അതൊക്കെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. സോ മോൾക്ക് ഇപ്പോൾ 10 months ആയതേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഹൗ ഇസ് ദ ഫീലിംഗ് ഓഫ് ബീയിങ് എ മദർ? വണ്ടർഫുൾ. വേർഡ്സിൽ ഇടാൻ പറയാൻ പറ്റില്ല. അയ്യോടാ, അവളുടെ പേര് സാവൻ ഋതു എന്നാണ്. ഇപ്പം 10 മാസമായി. അവളിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പുതിയത് ഓരോ പുതിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. സാവൻ ഋതു, മഴക്കാലം. സാവൻ ഋതു ഫുൾ നെയിം സാവൻ ഋതു. അവളുടെ സെക്കൻഡ് നെയിം ഋതു ആണ്. സാവൻ ഋതു അതിൽ തന്നെ കംപ്ലീറ്റ് ആണ്. മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? ഓഫ് കോഴ്സ് ഞാൻ ക്യാരിങ് ആയിരുന്ന സമയത്താണ് ത്രൂ ഔട്ട് പാടിയിട്ടുണ്ട് ഏനുണ്ടോടി. ഞാൻ പാടി അവാർഡ് സ്റ്റേജിൽ വെച്ചിട്ട് അത് ഞാൻ വാങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വാവ ഉണ്ടായത്. അപ്പോൾ അവൾ മുഴുവനും അങ്ങനെ ആ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ എവിടെ കേട്ടാലും ഹലോ ട്യൂണായിട്ടൊക്കെ കേൾക്കുമ്പോഴും പെട്ടെന്ന് ഞെട്ടി എണീച്ച് നോക്കാറുണ്ട്. പിന്നെ എനിക്ക് ഒരു പാട്ട് എപ്പോഴും തൻഹാ തൻഹാ മത് സോച്ചാ കർ मर जाएगा मत सोचा कर तन्हा तन्हा मत सोचा कर. ഈ പാട്ട് എപ്പോഴൊക്കെ ഫോണിൽ വെച്ചാലും എങ്ങനെ വെച്ചാലും ആൾ പെട്ടെന്ന് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്ന് കേൾക്കാറുണ്ട്. അപ്പം ഞാൻ വല്ലാണ്ട് പിരി ആകുമ്പോൾ ഇത് ഓണാക്കി കൊടുക്കും. അപ്പം പെട്ടെന്ന് അടങ്ങി കിടക്കും. അതുപോലെ എനിക്ക് ഇഷ്ടമാണ് ട്രാഫിക്കിൽ പാടിയ സിത്താരയുടെ സോങ്. ഫിലിമിന്റെ പുറത്തേക്ക് നിൽക്കുന്നില്ല ആ പാട്ട് എന്നുള്ളതാണ്. അതിന്റെ കൂടെ ജെല്ലായിട്ട് ഇങ്ങനെ നമുക്ക് എവിടെയാ പാട്ട് വന്ന് പോയതെന്ന് അറിയാത്ത നല്ല പാട്ട്. പകലിൻ പവനിൽ തെളിയും വഴിയിൽ കുളിരിൻ ചിറകിൽ അണയും കിളികൾ സ്വപ്നങ്ങൾ നീട്ടും പൊൻതീരങ്ങൾ തേടി
തേരേറിപ്പായുന്ന മോഹങ്ങൾ മോഹങ്ങൾ മീട്ടും നല്ലീണങ്ങൾ മൂളി വന്നെങ്ങെങ്ങോ പോകുന്ന ജന്മങ്ങൾ. മെജോ ജോസഫിൻ്റെ ആയിരുന്നു മ്യൂസിക് ഡയറക്ഷൻ. ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഫിലിമിന് വേണ്ടിയിട്ടും ഞങ്ങളൊരു സോങ് വിഷ്വലൈസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അന്ന കത്രീനയും ഞാനും ഫ്രാങ്കോ ചേട്ടനും മേജോ ചേട്ടനും കൂടി പാടിയിരുന്നു. ഏതോ നിറസന്ധ്യയിൽ മുഴുകും വിജനത്തീരമേ നോവായി നിൻമിഴികളിൽ അങ്ങനെ അങ്ങനെ പോകുന്നൊരു പാട്ട്. ഞങ്ങൾ ഒരുപാട് പേര് പാടിയതുകൊണ്ട് അവരവൻ്റെ പോർഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ വിഷ്വലിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ 4 പേര് ഒരുമിച്ച് നിന്നിട്ട് റെക്കോർഡ് ചെയ്യും.